അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് ഫൈനൽ കഴിഞ്ഞു. നമ്മൾ വിചാരിച്ച പോലെ തന്നെ അനുമോൾ തന്നെയാണ് വിജയ്. കാരണം അനീഷാണോ അനുമോളാണോ നമ്മൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സീസൺ ആയിരുന്നു. പക്ഷേ അനുമോൾ തൂക്കി. അനുമോൾ നന്നായി കളിച്ചിട്ട് തന്നെയാണ് കേട്ടോ ജയിച്ചത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ലാസ്റ്റ് വീക്കാണ് അനുമോളുടെ വിജയം ഉറപ്പിച്ചത്. കാരണം ഒരു കൂട്ടം പഴയ മത്സരാർത്ഥികൾ വന്ന് അനുമോളെ ആക്രമിച്ചു. ആ ആക്രമണം കണ്ട് പ്രേക്ഷകർക്ക് വിഷമം തോന്നി, സഹതാപം തോന്നി. ആ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് അനുമോൾക്ക് വോട്ട് കിട്ടിയത്. അതില്ല എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഉറ്റ സുഹൃത്തുക്കളായ ആദില നൂറ ചതിച്ചു. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഇത് അനുമോൾക്ക് എന്താ പറയുക അനുകൂലമായിട്ട് കിട്ടി. അനീഷ് പറഞ്ഞ ലാസ്റ്റ് വീക്കിൽ കുറച്ച് സൈലൻ്റ് ആയിരുന്നു. അനീഷ് വേറെ ഏതൊരു ലോകത്തായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ വന്ന കണ്ടസ്റ്റൻസ് എല്ലാവരും അനീഷിനെ പൊക്കി പറഞ്ഞു. അപ്പോൾ അനീഷ് വിന്നർ ആവുന്നൊരു 90% അനീഷിന് ഉറപ്പുണ്ട്. കാരണം കഴിഞ്ഞ സീസണും അതിൻ്റെ മുന്നത്തെ സീസണിലൊക്കെ ജിൻഡോനും അഖിൽമാരാറിനും ഒക്കെ പോയ കണ്ടസ്റ്റൻസ് തിരിച്ചു വന്ന് പൊക്കി പറയുമ്പോൾ അവരായിരുന്നു വിജയം. അപ്പം അനീഷിൻ്റെ മനസ്സിൽ 90% സാധ്യത ഉണ്ടായിരുന്നു. എല്ലാ സീസണിയും പോലെ വിജയിച്ചപ്പോൾ മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടായിട്ടില്ല. വളരെ കുറച്ച് പേര്, മസ്താനി, ജിഷിൻ, അഭിലാഷ്, ഒനിയിൽ, അങ്ങനെ കുറച്ച് പേര് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ആർക്കും അനുമോൾ ജയിച്ചതിൽ സന്തോഷമില്ല. എനിക്ക് തോന്നുന്നു ശൈത്യയുടെ മുഖമാണ് എടുത്തു കാണിക്കുന്നത്. ശൈത്യ ഭയങ്കര വിഷമത്തിലാണ്. പിന്നെ 5th പൊസിഷനിലെത്തിയത് അക്ബറാണ്. അക്ബർ ഒരു 4th എങ്കിലും എത്തും. അതിനേക്കാട്ടും മുന്നിലെത്തിയത് 4th കിട്ടിയത് നെവിനാണ്. നെവിൻ എനിക്ക് തോന്നുന്നു നല്ല അടിപൊളി ഒരു പ്രത്യേക ഈ സീസണിൻ്റെ ഒരു ആരും മറക്കാത്തൊരു കണ്ടസ്റ്റൻ്റ് എന്തായാലും നെവിനായിരിക്കും. പിന്നെ 3rd പൊസിഷനിലെത്തിയത് ഷാനവാസ്, 2nd അനീഷ്, 1st അനുമോൾക്ക് ഭയങ്കര സപ്പോർട്ട് ഉണ്ട് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും അനുമോൾ ജയിച്ചതിൻ്റെ പിന്നിൽ പോസ്റ്റുകളുടെ പെരുമഴയാണ്. അതായത് മല്ലിക സുകുമാരൻ, ലക്ഷ്മി നക്ഷത്രം, അനുമോൾക്ക് കുറേ ആൾക്കാർ പരിചയമുണ്ട്, കുറേ എന്താ പറയുക പിന്തുണക്കാരുണ്ട് ഈ ഇൻഡസ്ട്രിയിൽ തന്നെ. അവരൊക്കെ അനുമോൾക്ക് കൺഗ്രാറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ആരും ഇട്ടിട്ടില്ല കേട്ടോ. RJ ബിൻസി, ശരത് അപ്പാനി, അക്ബറിനൊന്നും അനുമോൾ ജയിച്ചത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ നോറയും അതിലും വലിയ കുഴപ്പമില്ല കേട്ടോ. കാരണം അവർക്ക് ഏകദേശം അറിയായിരുന്നു അനുമോൾ തന്നെ ജയിക്കുന്നു. കാരണം അവർ അനുമോളുടെ കൂടെ ലാസ്റ്റ് വീക്കിൽ ഒപ്പം നിന്ന് ഇവർ ശൈത്യം ഇവരെ എതിർക്കുമ്പോൾ അനുമോളുടെ കൂടെ നിന്നിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും സെക്കൻഡ് ഇല്ലെങ്കിൽ 3rd പൊസിഷനെങ്കിലും ന്യൂറയ്ക്ക് കിട്ടുമായിരുന്നു. പിന്നെ ഷാനവാസിനും പറ്റിയ അബദ്ധം അതായിരുന്നു. ഷാനവാസ് 1st പൊസിഷനിൽ ആദ്യമൊക്കെ എത്തി നിന്നിരുന്ന ആളാണ്. ഷാനവാസ് എന്താണെന്ന് വെച്ചാൽ ഉണ്ടായത് ഈ ആദില നൂറയുടെ ആ ഒരു ഇതിലങ്ങോട്ട് ഒതുങ്ങിപ്പോയതാണ് ഷാനവാസിനെ പറ്റിയ തെറ്റ്. പിന്നെ അക്ബറിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കളിച്ചു. കാരണം അക്ബർ അത്യാവശ്യം നല്ല സത്യസന്ധമായി കളിക്കുന്ന ഒരാളാണ്. പക്ഷേ കുത്തിത്തിരിപ്പും അതൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഈ ബിഗ് ബോസ് ഗെയിമിൻ്റെ ഭാഗമാണ്. എല്ലാ സീസണിലും എനിക്ക് വിഷമം തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ സീസണിലും വിജയികളെ ആരും അംഗീകരിക്കുന്നില്ല. കാരണം ആ വിജയിക്ക് 100% സന്തോഷം കിട്ടുന്നില്ല. ഇപ്പം തന്നെ 1st സീസണിൽ സാബുമോനെ ഒഴിച്ച് 2nd സീസണിൽ വിന്നറില്ല. 3rd സീസണിൽ മണിക്കുട്ടൻ ഇപ്പോഴും പറയുന്നുണ്ട് മണിക്കുട്ടൻ ഡിസേർവിങ് അല്ല എന്ന്. പിന്നെ 4th സീസണിലെ ദിൽഷ അത് പിന്നെ പണ്ടേ ദിൽഷ കേൾക്കാൻ തുടങ്ങിയതാണ്. പിന്നെ അഖിൽമാരാറെ അന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ പറയുന്നുണ്ട് അഖിൽമാരാറും PR കൊണ്ടാണ് ജയിച്ചതെന്ന്. അപ്പോൾ എല്ലാവരും അങ്ങനെ പറയുമ്പോൾ ജിൻഡോന് പിന്നെ അപ്പം തന്നെ പറഞ്ഞിരുന്നു ജിൻഡോ ഡിസേർവിങ് അല്ല. അപ്പോൾ ഇപ്പം അനുമോളെ അങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ പറയുന്നുണ്ട് അനീഷാണ് വിന്നർ. അനീഷ് വിന്നർ ആണ്. പക്ഷെ എന്തൊക്കെ PR ആണ് അത് പറഞ്ഞാൽ അത് അനുമോളുടെ ആൾക്കാരാണ് അനുമോൾ വോട്ട് ചെയ്തത്. അവർ മെഡിക്കൽ കോളേജിൽ വരെ പോയിട്ട് വോട്ടിന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അവരുടെ പരിശ്രമം കൊണ്ട് തന്നെയാണ് അനുമോൾ വിജയിച്ചത്. പിന്നെ അനുമോളുടെ ഫ്രണ്ട്സൊക്കെ കുറച്ച് ഹൈ ലെവലുള്ള ആൾക്കാരാണ്. എല്ലാവരുടെ കയ്യിൽ ഒരു 5-6 ഫോണുള്ള ആൾക്കാരും അവരൊക്കെ അനുമോൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ വാശിയുടെ എന്തൊരു പ്രസ്റ്റീജ് ഇഷ്യൂ എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ പിന്നെ അവസാനം തൊപ്പി വന്നപ്പോൾ വിചാരിച്ചു അനീഷ് കൊണ്ടുപോകുന്നു. തൊപ്പി അനീഷിനെ സപ്പോർട്ട് ചെയ്തു. പക്ഷേ എന്തോ തൊപ്പി പോലും അനുമോളുടെ ആരാധകരുടെ മുന്നിൽ മുട്ടുമടക്കി. അങ്ങനെ സോഷ്യൽ മീഡിയ ഫൈറ്റൊക്കെ ഇനി എന്തായാലും പ്രതീക്ഷിക്കാം. കാരണം ശൈത്യക്കൊന്നും അനുമോൾ ജയിച്ചത് തീരെ ഇഷ്ടമായിട്ടില്ല. പക്ഷെ ആദില നൂറ എനിക്ക് തോന്നുന്നു അനുമോൾക്കെതിരെ ഇനിയൊന്നും പറയാൻ നിൽക്കില്ല കേട്ടോ. കാരണം അവർക്ക് ഇഷ്ടമുണ്ട് അനുമോളുടെ ഉള്ളിൽ. പക്ഷെ ഇവർ എന്തൊക്കെയോ കുത്തി പറഞ്ഞപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ അവിടെ പാർട്ടിയൊക്കെ നടന്നിട്ടുണ്ട്. ഷാനവാസൊക്കെ ഇത്തിരി ആടി നടക്കണ വീഡിയോ ഒക്കെ ലീക്കായിട്ടുണ്ട്. ആര്യം പറയേണ്ട ഇത്തിരി ഇതായിട്ടുണ്ട് എന്നൊക്കെ. പക്ഷെ അതൊക്കെ ഈ സീസണിൽ ഇനിയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചളിവാരി എറിയാതിരിക്കട്ടെ. കാരണം അതിൻ്റെ ഇടയിൽ മോഹൻലാൽ ഇവരേനെ പറഞ്ഞിരുന്നു കേട്ടോ, ആദിലനെയും നൂറേനെയും ഒരു ദിവസം ഒഴിവുള്ളപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വിളിക്കും എന്ന് പറഞ്ഞു. അത് ഭയങ്കര ഒരു മൊമെൻ്റ് ആയിരുന്നു. ലക്ഷ്മീനെ എടുത്ത് കാണിക്കുന്നുണ്ട്. കാരണം ലക്ഷ്മിക്ക് അതിനോടും നൂറോടും വലിയ ദേഷ്യമുണ്ട്. അത് ആ ഒരു അപ്പോഴത്തെ ഇതിൽ പറഞ്ഞു പോയതാണ്. അതിനെ ലക്ഷ്മി ഏതൊരു ഇതിലും ജീവിച്ചു പോകുന്ന ഒരാളാണ് കേട്ടോ. എല്ലാം ആക്സെപ്റ്റ് ചെയ്യാൻ പുള്ളിക്കാരുടെ മനസ്സിന് കഴിയും. അതുകൊണ്ട് തന്നെ ശോഭ വിശ്വനാഥിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കണ്ടു. മോഹൻലാൽ അവരിനെ വിളിക്കുന്നതും ലക്ഷ്മി ഒന്ന്
തല ഇതാക്കിയിട്ടിരിക്കണ ഒരു പോസ്റ്റും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഇതൊക്കെ ഒരു ഗെയിമാണ്. ഒന്നാമത് ശോഭയുടെ സീസൺ കഴിഞ്ഞു, എല്ലാവരും ഇതിന്ന് ഒഴിഞ്ഞ് ഒരു സീസൺ തുടങ്ങിയ പഴയ ആൾക്കാരൊക്കെ വന്ന് ഇതിൻ്റെ ഇടയിൽ കയറി കളിക്കും. സീക്രട്ട് ഏജൻറ്റ് ഇവരൊക്കെ കഴിഞ്ഞു പോയ ആൾക്കാരാണ്. ഇവർക്ക് അഭിപ്രായം പറയാം. ഇതിൻ്റെ ഇടയിൽ കയറി കളിക്കുന്നത് എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവില്ല. ഒരു സീസണെ അതിൻ്റെ ഭംഗിക്ക് വൃത്തിക്ക് വിടാൻ ഇവർ മുൻ മത്സരാർത്ഥികളാണ് സമ്മതിക്കാത്തത്. അപ്പോൾ ഇനിയെങ്കിലും അടുത്ത സീസൺ വരുമ്പോൾ ഈ പഴയ ആൾക്കാരൊക്കെ മാറി പുതിയ ആൾക്കാർ വന്ന് അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് കളിക്കാൻ പറ്റട്ടെ. ഇവിടെ തെറ്റുപറ്റിയത് അനുമോൾക്ക് തന്നെയാണ്. PR-ൻ്റെ കാര്യം എടുത്തിട്ട് തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണെന്ന് വിചാരിച്ചവരോടൊക്കെ പറഞ്ഞു പോയി. അവരത് ഗെയിമിന് വേണ്ടി ഉപയോഗിച്ചു. അതുകൊണ്ടും കൂടിയാണ് അനുമോൾക്ക് ഈ PR-ൻ്റെ കാര്യം പുറത്ത് പറയേണ്ടത്. എന്തൊക്കെ പറഞ്ഞാലും ജനമനസ്സുകളിൽ അനുമോൾ